ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ട്സിനെ ഡെബിറ്റ് ചെയ്യുന്നതും ക്രെഡിറ്റ് ചെയ്യുന്നതും എപ്പോഴൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കി അല്ലേ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് അപ്രോച്ച് അല്ലെങ്കിൽ കുറേ കൺസെപ്റ്റും പഠിച്ചു. എന്തൊക്കെയാണ്? മോഡേൺ അപ്രോച്ച്, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയും അമേരിക്കൻ അപ്രോച്ച്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ച്. ആ വിധത്തിൽ ആ കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു അപ്രോച്ചിൽ കൂടി ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പഠിച്ചു. പിന്നെ കൂടാതെ വേറൊരു അപ്രോച്ചും കൂടി പഠിച്ചു അല്ലേ, ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്, അല്ലാന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് അപ്രോച്ച്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് അപ്രോച്ചിൽ കൂടി അക്കൗണ്ട്സിനെ എപ്പോൾ ഡെബിറ്റ് ചെയ്യണം എപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം എന്നൊക്കെ പഠിച്ചു. ഇനി ഇത് രണ്ടും എളുപ്പത്തിൽ മനസ്സിലാവാത്തവർക്ക് നമ്മളൊരു എളുപ്പ വഴി നോക്കിയായിരുന്നു. ഗെറ്റ് ചെയ്യുന്ന സാധനം ഡെബിറ്റ് ചെയ്യുക, ഗിവ് ചെയ്യുന്ന സാധനം ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ മൂന്ന് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ മൂന്ന് അപ്രോച്ചിൽ കൂടി നമ്മൾക്ക് അക്കൗണ്ടുകളെ എപ്പോൾ ഡെബിറ്റ് ചെയ്യണം എങ്ങനെ ക്രെഡിറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി അത് എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്, അത് ഡെബിറ്റ് ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്ന സ്ഥലം നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അക്കൗണ്ട് ചെയ്യുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുക. അതായത് ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ. അപ്പോൾ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു എക്കണോമിക് മോണിറ്ററി എമൗണ്ട് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ട്രാൻസാക്ഷനിൽ പെടും അല്ലേ. സപ്പോസ് സാലറി കൊടുത്തു, അപ്പോൾ അതൊരു ട്രാൻസാക്ഷനാണ്. അതിൽ രണ്ട് അക്കൗണ്ട്സ് ഇൻവോൾവ് ആയിരിക്കാം. ക്യാഷ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, ക്യാഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, സാലറി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട്. അതിന് ഡെബിറ്റ് ചെയ്യേണ്ടതും ക്രെഡിറ്റ് ചെയ്യേണ്ട കൺസെപ്റ്റൊക്കെ നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്ന ബുക്കിനെ പറയുന്ന പേരാണ് ജേണൽ. അത് ആ ഒരു പ്രൊസീജിയർ റെക്കോർഡ് ചെയ്യുന്ന പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ജേണലൈസിങ് ദ എൻട്രീസ് അല്ലെങ്കിൽ ജേണലൈസിങ് ദ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ഓർഡർ ഓഫ് ഒക്കറൻസ്. അതായത് ആദ്യം സംഭവിക്കുന്ന കാര്യം ആദ്യം എഴുതുക, പിന്നീട് സംഭവിക്കുന്ന കാര്യം പിന്നീട്. സപ്പോസ് 1-ാം തീയതി സംഭവിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ 1-ാം തീയതി എഴുതുക, 2-ാം തീയതി സംഭവിക്കുന്ന ട്രാൻസാക്ഷൻ 2-ാം തീയതി എഴുതുക, 3-ാം തീയതി സംഭവിക്കുന്ന കാര്യം 3-ാം തീയതി എഴുതുക. അല്ലാതെ 3-ാം തീയതി സംഭവിക്കുന്ന കാര്യം ഏറ്റവും ആദ്യം എഴുതിയിട്ട് 2-ാം തീയതി സംഭവിക്കുന്ന പിന്നീട് 1-ാം തീയതി, അങ്ങനെയല്ല. ആദ്യം സംഭവിക്കുന്ന ഏതാണോ ആ ഒരു ഓർഡറിൽ, ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ഇൻ ദ ഓർഡർ ഓഫ് ഒക്കറൻസ്, അങ്ങനെയാണ് ജേണലിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ജേണലൈസ് ചെയ്യുക. പിന്നെ ഒരു ട്രാൻസാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ. അതുകൊണ്ട് തന്നെ അതിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് നമ്മൾ പറയും. അപ്പോൾ ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ജേണൽ എന്ന് പറയുക. അതിൽ എൻട്രി ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ജേണലൈസിങ് എന്ന് പറയും. ജേണലൈസിങ് ദ എൻട്രി അല്ലെങ്കിൽ ജേണലൈസിങ് ദ ട്രാൻസാക്ഷൻ. ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കായതുകൊണ്ട് അതിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ ഇതിൽ എൻട്രി ചെയ്യുക. അതായത് ആദ്യം സംഭവിച്ച ട്രാൻസാക്ഷൻ ആദ്യം എഴുതുക, അതിനുശേഷം ആ ഓർഡറിൽ അങ്ങ് എഴുതി പോവുക. അപ്പോൾ ജേണലൈസിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേണലൈസിങ്ങിന് ഒരു ഫോമാറ്റൊക്കെ ഉണ്ട്. ആ ഒരു ഫോർമാറ്റിൽ അല്ലെങ്കിൽ ആ ഒരു സിഗ്നിഫിക്കൻറ്റ് മാനറിലായിരിക്കണം നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള അക്കൗണ്ട്സുകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ആ അക്കൗണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏത് അക്കൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടിനാണ് ക്രെഡിറ്റ് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ടാണ് ഈ ജേണലൈസിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി രണ്ട് ടൈപ്പ് ഓഫ് ജേണൽസ് ഉണ്ട്. ജനറൽ ലെഡ്ജർ, സ്പെഷ്യലൈസ്ഡ് ജേണൽ. ജനറൽ ജേണലിൽ എല്ലാ ട്രാൻസാക്ഷൻസും എഴുതും. സ്പെഷ്യലൈസ്ഡ് ജേണലിലാണെങ്കിൽ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം എൻ്റർ ചെയ്യുന്നത്. സപ്പോസ് സെയിൽസ്, അപ്പോൾ ഒരു ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ സെയിൽസൊക്കെ വളരെ കൂടുതലായിരിക്കും, എല്ലാ ദിവസവും സെയിൽസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊരു സ്പെഷ്യലൈസ്ഡ് ജേണലിൽ നമ്മൾ എഴുതും. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്ന ഒരു ജേണലാണെങ്കിൽ അതിൽ സെയിൽസിൻ്റെ ട്രാൻസാക്ഷൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാം. എന്ന് വെച്ചാൽ വോളിയൂം ഓഫ് ട്രാൻസാക്ഷൻസ് കൂടുതലായിരിക്കാം. ഇനി അതേസമയം സാലറി എടുക്കുകയാണെങ്കിൽ സാലറി എല്ലാ ദിവസവും നടക്കുന്നൊരു കാര്യമല്ല അല്ലേ, മാസത്തിലൊരിക്കൽ നടക്കുന്ന കാര്യം. അപ്പോൾ അതിന് സ്പെഷ്യലൈസ്ഡ് ജേണലിൻ്റെ ആവശ്യമില്ല, അത് ജനറൽ ജേണലിൽ എഴുതാം. അപ്പോൾ സെയിൽസും പർച്ചേസും ഒക്കെ എല്ലാ ദിവസവും അല്ലെങ്കിൽ വീക്കിലിയൊക്കെ നടക്കുന്നതായതുകൊണ്ട് അതിനൊരു സെപ്പറേറ്റ് ജേണൽ, സ്പെഷ്യലൈസ്ഡ് ജേണൽ നമ്മൾ ഓപ്പൺ ചെയ്യും, അതിലായിരിക്കാം ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ജേണൽ, ജനറൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ്. ഇനി ജേണലിൻ്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫോമാറ്റ്. അപ്പോൾ ഇങ്ങനൊരു കോളംന ഫോമാറ്റാണ്. അതിൽ നമ്മൾ ടോപ്പിൽ ജേണൽ എന്ന് എഴുതും. ആ ബുക്കിൻ്റെ പേര് ജേണലിനായതുകൊണ്ട് ജേണൽ എന്ന് എഴുതും.
ഇനി ഏത് കമ്പനിയുടെ അല്ലെങ്കിൽ ഏത് ബിസിനസ്സിൻ്റെ ആണെന്ന് വെച്ചാൽ ആ ബിസിനസ്സിൻ്റെ പേര് ഇപ്പോൾ ജേണൽ ഓഫ് XYZ കമ്പനി, അല്ലെങ്കിൽ ജേണൽ ഓഫ് രാം, അല്ലെങ്കിൽ ജേണൽ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ജേണൽ ഓഫ് ടാറ്റ ആൻഡ് സൺസ്, അങ്ങനെ ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ പേരും കൂടി എഴുതും. ഫോർ ദ പീരീഡ്, ഏത് പീരീഡിനാണെന്നും കൂടി എഴുതും. ഇനി കോളംന ഫോമാറ്റിലാണ്. അപ്പോൾ ആദ്യത്തെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്. അപ്പോൾ ഈ കോളത്തിലാണ് നമ്മൾ ഡേറ്റ് എഴുതുന്നത്. ഏത് ദിവസം 10-ാം തീയതിയാണ് ഒരു ട്രാൻസാക്ഷൻ നടന്നതെങ്കിൽ 10 മെയ്യിലാണ് നടന്നത്. അപ്പോൾ 10 മെയ് 2020 ഇവിടെ ഡേറ്റ് എഴുതും. ഇനി പെർട്ടിക്കുലേഴ്സിലാണ് നമ്മൾ എന്തെഴുതുക, അക്കൗണ്ട്സിൻ്റെ പേരുകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ട്രാൻസാക്ഷനിൽ 2 അക്കൗണ്ട്സ് ഇൻവോൾവ് ആയിരിക്കും. അപ്പോൾ ആ അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ പെർട്ടിക്കുലർ കോളത്തിലാണ് എഴുതുന്നത്. അപ്പോൾ 2 അക്കൗണ്ട് ഉണ്ടാവും, ഒരെണ്ണം ഡെബിറ്റ് ചെയ്യേണ്ട ഒരെണ്ണം, പിന്നെ ഒരെണ്ണം ക്രെഡിറ്റ് ചെയ്യേണ്ട. എന്ന് വെച്ചാൽ ഒരു ഡെബിറ്റിന് ഒരു കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ഉണ്ടാവും, ഒരു ക്രെഡിറ്റിന് ഒരു കറസ്പോണ്ടിങ് ഡെബിറ്റ് ഉണ്ടാവും. അപ്പോൾ ജേണലിൽ നമ്മൾ ആദ്യം ഡേറ്റ് കോളം, അത് ഏത് ഡേറ്റാണെന്ന് വെച്ചാൽ അത് എഴുതുക. ആ ഡേറ്റിൽ സംഭവിച്ച കാര്യം, അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ എന്തൊക്കെ അക്കൗണ്ട്സ് ആണ് ഇൻവോൾവ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അക്കൗണ്ട്സ് ഇവിടെ എഴുതുക. അതിൽ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ പേര് ആദ്യം എഴുതുക, ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ പേര് രണ്ടാമത് എഴുതുക. അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എഴുതുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ പേര് എഴുതിയതിന് ശേഷം ഈ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ഈ അറ്റത്തായിട്ട് DR എന്നും കൂടി എഴുതണം. DR, D ക്യാപിറ്റൽ R സ്മോൾ, ഡെറ്റർ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, അതായത് ഡെറ്ററിന് എഴുതി കഴിഞ്ഞാൽ ആ ഡെറ്ററിൻ്റെ നേരെയുള്ള അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയാണ് എന്നറിയാൻ വേണ്ടിയാണ്. ഇനി തൊട്ടടിയിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട്. ഇനി ഇപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് അസറ്റാണെന്നുണ്ടെങ്കിൽ ടു അസറ്റ്, ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ തൊട്ട് മുന്നേ ടു എന്നുള്ളൊരു വേർഡും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടാണ് ഏറ്റവും ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ആ അക്കൗണ്ട് കഴിഞ്ഞിട്ട് DR എന്ന് എഴുതുക. തൊട്ടടിയിൽ കുറച്ചും കൂടി നീക്കി ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എഴുതുക. ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എഴുതുമ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിൽ 2 എന്ന് ചേർക്കുക. ലെഡ്ജർ ഫോളിയോ ആണ് മൂന്നാമത്തെ കോളം ലെഡ്ജർ ഫോളിയോ. അതായത് ഈ അക്കൗണ്ടുകൾ ലെഡ്ജറിൽ ഏത് പേജ് നമ്പറിലായിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾക്ക് നോർമലി ക്വസ്റ്റ്യൻ എന്താ പറയുക, എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഈ ലെഡ്ജർ ഫോളിയോ ബ്ലാങ്ക് ആയിട്ട് ഇട്ടാൽ മതി ഈ കോളം. അപ്പോൾ ചെറിയൊരു കോളം വരച്ചാൽ മതി. എന്ന് വെച്ചാൽ അത്രയും നമ്മൾക്ക് ആവശ്യം വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേജ് ഒക്കെ എഴുതേണ്ട കാര്യം എക്സാമിന് ഉണ്ടാവില്ല, റിയൽ ലൈഫിൽ മാത്രമേ ഈ ഒരു കോളത്തിന് ഉപയോഗമുള്ളൂ. ഇനി നാലാമത്തെ കോളം എന്ന് പറഞ്ഞാൽ ഡെറ്റർ, ഡെബിറ്റ് എമൗണ്ട്, DR ഫോർ ഷോർട്ട് ഫോർ ഡെബിറ്റ്. അപ്പോൾ നാലാമത്തെ കോളം ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ എമൗണ്ട്. അതായത് ഇവിടെ നമ്മൾ പെർട്ടിക്കുലേഴ്സിൽ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് നമ്മൾ ആദ്യം എഴുതി, അതിൻ്റെ നേരെ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട്. ഇനി ലാസ്റ്റ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് എമൗണ്ട് ആണ്, ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ എമൗണ്ട്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതി, അതിൻ്റെ എമൗണ്ട് ലാസ്റ്റ് കോളത്തിൽ എഴുതുക. ഇതാണ് ഫോർമാറ്റ്. അപ്പോൾ ആദ്യം ഡേറ്റ്, രണ്ടാമത് പെർട്ടിക്കുലേഴ്സിലാണ് അക്കൗണ്ട്സ് ഇൻവോൾവ് ആയിട്ട് എഴുതിയേക്കുന്നത്. മൂന്നാമത് ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ കൊടുത്തേക്കുന്ന അക്കൗണ്ടുകൾ ലെഡ്ജറിൽ ഏത് പേജിലാണ് എന്നറിയാൻ വേണ്ടിയാണ് ലെഡ്ജർ ഫോളിയോ. നാലാമത്തെ കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് എമൗണ്ട്, ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ എമൗണ്ട് എഴുതുക. അഞ്ചാമത്തെ ക്രെഡിറ്റ് എമൗണ്ട്, അതായത് ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിൻ്റെ എമൗണ്ട് എഴുതുക. ഇവിടെ നിങ്ങൾക്കൊരു ഫോമാറ്റ് തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോമാറ്റിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് ഒരു ജേണൽ എൻട്രി. അപ്പോൾ ആദ്യം ഡേറ്റ് May 5. നിങ്ങൾക്ക് ഇയർ മുകളിലൂടെ മെയ്യുടെ മുകളിൽ ഇപ്പോൾ നോർമലി ഇന്ത്യയിൽ അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത വർഷം മാർച്ചിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ 2020 April 1 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2021 മാർച്ചിലാണ് എൻഡ് ചെയ്യുന്നത്. അതിനെയാണ് അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുക. 12 മാസം, ഏപ്രിൽ ടു മാർച്ച് വരെയുള്ള 12 മാസത്തിനെയാണ് അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ May 5 മുകളിലായിരിക്കും ഇയർ എഴുതുക 2020. പിന്നെ നമ്മൾക്ക് ഇയർ ഓരോ തവണയും എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ 2020 എന്ന് എഴുതുക, May 5. പിന്നെ May 6 വരുമ്പോൾ May 6 എന്ന് മാത്രം എഴുതിയാൽ മതി, May 6 ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഈ 2021 ജനുവരി ആകുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ 2021 എന്ന് എഴുതും. പിന്നീട് അടിയിലെല്ലാം മാസങ്ങളും ഡേറ്റും എഴുതും. ഓക്കെ. അപ്പോൾ ഇവിടെ ആദ്യത്തെ കോളം ഡേറ്റ് May 5. രണ്ടാമത്തെ പെർട്ടിക്കുലേഴ്സ് കോളമാണ് അല്ലേ. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ ആദ്യം ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട്, ഇവിടെ ഡെബിറ്റ് ചെയ്തേക്കുന്ന ബാങ്ക് അക്കൗണ്ടാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് കുറച്ച് സ്പേസ് ഇവിടെ വിട്ടിട്ട് നീട്ടത്തിൽ, അതായത് ഈ പെർട്ടിക്കുലർ കോളത്തിൽ ഈ എൻഡിലായിരിക്കണം ഡെബിറ്റ് DR എന്ന് എഴുതേണ്ടത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇതിനെ പറയുന്നതാണ് ഡെറ്റർ എന്നാണ് നമ്മൾ വായിക്കുക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഇവിടെ മോഹനാണ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ബാങ്കിൻ്റെ തൊട്ട് താഴെ എഴുതരുത്, ബാങ്ക് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നീക്കിയായിരിക്കണം ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എഴുതേണ്ടത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻ.
അപ്പോൾ 14,50,000 ഡെബിറ്റും ക്രെഡിറ്റും എമൗണ്ട് സെയിം ആയിരിക്കും, പക്ഷേ എഴുതേണ്ട ഡെബിറ്റ് മുകളിലും ക്രെഡിറ്റ് താഴെ. അപ്പോൾ രണ്ട് സൈഡിലായതുകൊണ്ട് ഇങ്ങനെ ഒരു ഡയഗണൽ ഷേപ്പിലായിരിക്കും എമൗണ്ടിൻ്റെ ഫിഗേഴ്സൊക്കെ വരിക. അപ്പോൾ ഇങ്ങനെയാണ് ജേണലിൽ എഴുതേണ്ടത്. അതാണ് നമ്മളൊരു സിഗ്നിഫിക്കൻറ്റ് മാനറിലായിരിക്കണം റെക്കോർഡ് ചെയ്യാവുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ആദ്യത്തെ പേര് ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടുകളായിരിക്കും ഏറ്റവും ആദ്യം വരിക, പിന്നീടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് വരിക. അപ്പോൾ ഈ അക്കൗണ്ടിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, അതായത് ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. എത്ര രൂപയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? എമൗണ്ട് കോളത്തിൽ 4th കോളത്തിൽ 14,50,000. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് 2 എന്നുള്ളത് പ്രിഫിക്സ് ചെയ്യുക, അക്കൗണ്ടിൻ്റെ മുന്നേ 2 എന്നുള്ള വേർഡ് പ്രിഫിക്സ് ചെയ്യുക. അപ്പോൾ ടു മോഹൻ എത്രയാണ്? 14,50,000. നമ്മൾ പഠിച്ചു ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആയിരിക്കണം, എന്നാൽ മാത്രമേ അക്കൗണ്ടിങ് എൻട്രീസ് ടാലി ആവുള്ളൂ, കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഈ ഡെബിറ്റിൽ 14,50,000 എഴുതിയാൽ ക്രെഡിറ്റിലും അത് തന്നെ വരണം. അത് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയാൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് 14,50,000 ടു മോഹൻ 14,50,000. ഇങ്ങനെയാണ് ജേണൽ എൻട്രി പറയുക. നിങ്ങളുടെ അടുത്ത് ഒരാൾ ജേണൽ എൻട്രി വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വായിക്കുക? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു മോഹൻ 14,50,000. നിങ്ങൾ ജേണൽ എൻട്രി എഴുതി. ഇനി അക്കൗണ്ടിങ് അറിയാത്ത ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ജേണൽ എൻട്രി എന്താണെന്ന് മനസ്സിലാവണം. അതായത് ഈ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ടെക്നിക്കൽ കാര്യമാണ്, അക്കൗണ്ടൻസിന് മാത്രം അറിയാവുന്ന ഒരു ഭാഷയാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. പക്ഷെ ഒരു സാധാരണക്കാരൻ വന്ന് നോക്കിയാൽ അത് മനസ്സിലാവണം. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും. അതിന് പറയുന്ന പേരാണ് നറേഷൻ. നറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബീയിങ് വെച്ചാണ്. ബീയിങ് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നോർമലി സ്റ്റാർട്ട് ചെയ്യുന്ന ബീയിങ് അല്ലെങ്കിൽ ടുവേർഡ് അല്ലെങ്കിൽ ഫോർ ഒക്കെ വെച്ചാണ്. അപ്പോൾ ബീയിങ് ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം മോഹൻ ഇൻ പേയ്മെൻറ്റ് ഓഫ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം ഹിം. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു മോഹൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻ്റെ കയ്യിൽ നിന്ന് ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്തു, കിട്ടാനുണ്ടായിരുന്ന പൈസ കിട്ടി. അത് നമ്മൾക്ക് ഈ നറേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. ഇപ്പോൾ ഒരു സാധാരണക്കാരന് വന്നു കഴിഞ്ഞാലും എന്തുകൊണ്ടാണ് ഈ എൻട്രി ഇട്ടേക്കുന്നത്, എന്തിനാണ് ഈ എൻട്രി ഇട്ടേക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസും അതിൻ്റെ ജേണൽ എൻട്രീസും നോക്കാം. ഇപ്പോൾ ജേണൽ എൻട്രീസ് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചിരിക്കണം? കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച മോഡേൺ അപ്രോച്ച് അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജേണൽ എൻട്രി എഴുതാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ട്രാൻസാക്ഷൻ നോക്കാം. മോഹൻ കമൻസസ് ബിസിനസ് വിത്ത് 50 lakh rupees ഇൻ ഹിസ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ മോഹൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, 50 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ബാങ്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ രണ്ട് അക്കൗണ്ട് ഇൻവോൾവ് ആണ്. ഏതൊക്കെയാണ്? ബാങ്ക് അക്കൗണ്ടും മോഹൻസ് അക്കൗണ്ടും. മോഹൻസ് അക്കൗണ്ട് എന്ന് പറയുന്നതിന് പകരം നമുക്കൊരു റെപ്രസെൻറ്റേറ്റീവ് അക്കൗണ്ടാണ് അവിടെ ഓപ്പൺ ചെയ്യേണ്ടത്. അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇടുന്ന പൈസയ്ക്ക് നമ്മൾ എന്താ പറയുക? ക്യാപിറ്റൽ. അപ്പോൾ അത് മോഹനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ അക്കൗണ്ടിൻ്റെ പേരാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഇത് രണ്ട് അക്കൗണ്ട്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമ്മൾ ഏതിനെ ഡെബിറ്റ് ചെയ്യണം ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം. അപ്പോൾ നമ്മൾക്ക് ട്രഡീഷണൽ അപ്രോച്ച് എടുക്കാം. ട്രഡീഷണൽ അപ്രോച്ചിൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ ആണ് അല്ലേ, പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇവിടെ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവറാണ് അല്ലേ, റിസീവ് ചെയ്തു 50 ലക്ഷം രൂപ ബാങ്കിൽ റിസീവ് ചെയ്തു. അപ്പോൾ ഡെബിറ്റ് ദ റിസീവർ, അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഉണ്ടോ, ഡെബിറ്റ് ചെയ്ത അക്കൗണ്ടിന് നമ്മൾ ആദ്യം എഴുതി ബാങ്ക് അക്കൗണ്ട്. ഡെബിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ DR എന്നും കൂടി എഴുതി. ഇവിടെ ഡേറ്റ് കോളം ഇല്ല, ലെഡ്ജർ ഫോളിയോ കോളം ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ കോളത്തിനുള്ള ഡീറ്റെയിൽസ് നമ്മൾക്ക് തന്നിട്ടില്ല, പിന്നെ ഡേറ്റ് കോളത്തിന് ഡേറ്റും തന്നിട്ടില്ല. അതുകൊണ്ട് ആ രണ്ട് കോളം നമ്മൾ അവോയ്ഡ് ചെയ്തു, ബാക്കി എല്ലാ കോളംസും ഉണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഡെറ്റർ എന്ന് എഴുതി. അതിൻ്റെ നേരെ ഡെബിറ്റ് കോളം 4th കോളത്തിൽ 50 lakh എഴുതി. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ക്യാപിറ്റലാണ്, ക്യാപിറ്റലും പേഴ്സണൽ അക്കൗണ്ടാണ്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. മോഹനാണ് കൊടുത്തത്, അപ്പോൾ ക്രെഡിറ്റ് ചെയ്തു ടു ക്യാപിറ്റൽ അക്കൗണ്ട് 50 lakh. ഇതാണ് ജേണൽ എൻട്രി. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആ എൻട്രി പാസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ജേണലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ നറേഷനും നമ്മൾ എഴുതി ബ്രാക്കറ്റിൽ. ബീയിങ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ശ്രീ മോഹൻ അല്ലേ, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു മോഹൻ. അത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തു. അപ്പോൾ പുറത്തുനിന്ന് ഒരു സാധാരണക്കാരൻ വന്ന് നോക്കിയാലും ഈ ജേണൽ എൻട്രിയുടെ മീനിങ് അയാൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി സെക്കൻഡ് ട്രാൻസാക്ഷൻ. ഔട്ട് ഓഫ് ദ അബൌട്ട് ₹25,000 ഔട്ട് ഓഫ് ദ അബവ് ₹25,000 ഈസ് വിഡ്രോൺ ഫ്രം ദ ബാങ്ക്. അതായത് 50 ലക്ഷം ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് 25,000 രൂപ ഈസ് വിഡ്രോൺ ഫ്രം ദ ബാങ്ക്. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ടാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്? ബാങ്ക് അക്കൗണ്ട് ഇൻവോൾവ് ആയിട്ടുണ്ട് അല്ലേ. വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ടായിരിക്കും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഇൻവോൾവ് ആയി. നമുക്ക് ട്രഡീഷണൽ അപ്രോച്ച് എടുക്കാം അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച്. മോഡേൺ അപ്രോച്ചിൽ അസറ്റാണ് അല്ലേ, ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറയുമ്പോൾ
ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ക്യാഷ് അക്കൗണ്ട് വിഡ്രോ ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് കൂടി അല്ലേ, അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ആദ്യം എഴുതി, അതിൻ്റെ അറ്റത്ത് ഡെറ്റർ എന്ന് DR എന്ന് എഴുതി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 25,000. ബാങ്ക് അക്കൗണ്ട് അസറ്റാണ്, മോഡേൺ അപ്രോച്ചിൽ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അസറ്റ് കുറഞ്ഞു, അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു ടു ബാങ്ക് അക്കൗണ്ട് 25,000. അതിൻ്റെ നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീയിങ് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. അപ്പോൾ നിങ്ങൾ ഇത് കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മോഡേൺ അപ്രോച്ച് അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് ഇനി രണ്ടും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത ഗെറ്റ് ആൻഡ് ഗിവ് അപ്രോച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജേണൽ എൻട്രി മനസ്സിലാവുള്ളൂ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. തേർഡ് വൺ, ഫർണിച്ചർ ഈസ് പർച്ചേസ്ഡ് ഫോർ ₹12 lakh. അപ്പോൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്തു ബിസിനസ്. ഓക്കെ, അപ്പോൾ 50 ലക്ഷം ഉണ്ടായിരുന്നു, അതിൽ 25,000 നമ്മൾ വിഡ്രോ ചെയ്തു, ബാക്കി 12 ലക്ഷത്തിന് ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പോൾ ഫർണിച്ചർ വാങ്ങിക്കുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുക അല്ലേ, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. 2 അക്കൗണ്ട് എന്ന് പറയുന്നത് ഫർണിച്ചർ അക്കൗണ്ടും പൈസ കൊടുക്കുന്ന ബാങ്കിൽ നിന്നാണ്, അപ്പോൾ ബാങ്ക് അക്കൗണ്ടുമാണ് അല്ലേ. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ, അസറ്റ് ഇൻക്രീസ് ചെയ്തു, അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപ, 12 lakh. ഡെബിറ്റ് എമൗണ്ട് 12 lakh. ഇനി ബാങ്കിൽ പൈസ കുറഞ്ഞു അല്ലേ, ബാങ്കിലെ അസറ്റ് കുറഞ്ഞു, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ട്രഡീഷണൽ അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ ബാങ്ക് എന്ന് പറയുന്ന പേഴ്സണാണ്, അപ്പോൾ ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ. ബാങ്ക് ഗിവ് ചെയ്യുകയാണ്, 12 ലക്ഷം അങ്ങോട്ട് കൊടുക്കുകയാണ്, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഏത് അപ്രോച്ച് എടുത്തു കഴിഞ്ഞാലും ബാങ്ക് ക്രെഡിറ്റ് തന്നെയാണ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 12 lakh. 4ാമത്തെ ട്രാൻസാക്ഷൻ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹4 lakh. 4 ലക്ഷം രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. പർച്ചേസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസിനെ എക്സ്പെൻസ് ആയിട്ടും ട്രീറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അസറ്റായിട്ടും ട്രീറ്റ് ചെയ്യാം. ചില ഓതേഴ്സ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അല്ലേ പർച്ചേസ് ചെയ്യുന്നത്, ഗുഡ്സ് എപ്പോഴും അസറ്റാണല്ലോ, അതുകൊണ്ട് പർച്ചേസിനെയും സെയിൽസിനെയും അസറ്റായിട്ട് അല്ലെങ്കിൽ റിയൽ അക്കൗണ്ടായിട്ട് ട്രീറ്റ് ചെയ്യും. അതേസമയം ചില ഓതേഴ്സ് പറയും പർച്ചേസ് ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസിലൊക്കെ എടുക്കുകയാണ്, അത് എക്സ്പെൻസാണ്, അതുകൊണ്ട് എക്സ്പെൻസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയും. നിങ്ങൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഏത് അപ്രോച്ച് എടുത്തു കഴിഞ്ഞാലും പർച്ചേസ് ഡെബിറ്റും സെയിൽസ് ക്രെഡിറ്റേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് എടുക്കുക പർച്ചേസിന്, അല്ലെങ്കിൽ അസറ്റായിട്ട് എടുക്കുക. ഇവിടെ ഞാൻ എക്സ്പെൻസ് ആയിട്ട് എടുക്കുകയാണ് പർച്ചേസിന്, അപ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, അതുകൊണ്ട് പർച്ചേസിനെ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 4 lakh. ഇനി നമുക്ക് അസറ്റായിട്ട് വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. പർച്ചേസ് അസറ്റ്, അതായത് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, അപ്പോൾ ഗുഡ്സ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചിൽ അസറ്റിനെ ഡീൽ ചെയ്യുന്ന റിയൽ അക്കൗണ്ടാണ്, ഡെബിറ്റ് വാർഡ് കംസ് ഇൻ, ഗുഡ്സ് വന്നു അല്ലേ, അപ്പോൾ അതിന് ഡെബിറ്റ് ചെയ്തു. അപ്പോൾ 2 എടുത്തു കഴിഞ്ഞാലും എന്താ പറ്റുക, സെയിം തന്നെയാണ് അല്ലേ. പർച്ചേസ് അക്കൗണ്ട് എപ്പോഴും ഡെബിറ്റേ വരുള്ളൂ. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 4 lakh ടു ബാങ്ക് അക്കൗണ്ട്, ബാങ്കിൽ നിന്ന് ക്യാഷ് പോയി അല്ലേ, അപ്പോൾ അസറ്റ് കുറഞ്ഞു. അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ ബാങ്ക് ഗിവറാണ്, അപ്പോൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ 4 lakh, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു ടു ബാങ്ക് അക്കൗണ്ട് 4 lakh. ഇനി പർച്ചേസ് ഗുഡ്സ് ഫോർ ₹10 lakh ഓൺ ക്രെഡിറ്റ് ഫ്രം മെസേഴ്സ് രാം നരൈൻ ബ്രദേഴ്സ്. ഇവിടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, എത്ര രൂപയ്ക്കാണ്, 10 ലക്ഷം രൂപയ്ക്ക്. പക്ഷേ ക്യാഷ് കൊടുത്തോ, ഇല്ല, ഓൺ ക്രെഡിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ക്യാഷ് പിന്നീട് തരാം അല്ലെങ്കിൽ പൈസ പിന്നീട് തരാം എന്ന് പറഞ്ഞ് മെസേഴ്സ് രാം നരൈൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, പക്ഷേ നമ്മൾ എന്തെങ്കിലും ക്യാഷ് ആയിട്ട് കൊടുത്തോ, ഇല്ല, എന്തെങ്കിലും പകരം കൊടുക്കണം. എന്താ കൊടുത്തേക്കുന്നത് അവിടെ, പ്രോമിസ്. നമ്മൾ ഗിവ് ആൻഡ് ഗെറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, പ്രോമിസ് കൊടുക്കാം. അപ്പോൾ പ്രോമിസാണ് കൊടുത്തേക്കുന്നത്, പ്രോമിസ് ഒരാളുടെ പേരിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കാണ് കൊടുത്തത്, മെസേഴ്സ് രാം നരൈൻ ബ്രദേഴ്സിനാണ് പ്രോമിസ് കൊടുത്തേക്കുന്നത്. പർച്ചേസ് അക്കൗണ്ട് എക്സ്പെൻസ് ആയതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 10 lakh. നമ്മൾ പ്രോമിസ് കൊടുത്തപ്പോൾ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തു, ഒരു ബാധ്യതയാണ് അല്ലേ, കൊടുക്കാനുണ്ട്, ഒരു ബാധ്യതയാണ് നമ്മളുടെ, അത് കൊടുക്കാനുണ്ട്, നമ്മളുടെ ഒരു ബാധ്യതയാണ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ഷുഡ് ഓൾവേസ് ബി ക്രെഡിറ്റഡ്, അതുകൊണ്ട് നമ്മൾ മെസേഴ്സ് രാം നരൈൻ ബ്രദേഴ്സിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ വരും, പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു മെസേഴ്സ് രാം നരൈൻ ബ്രദേഴ്സ് 10 lakh. അതിൻ്റെ നറേഷൻ എഴുതി, ബീയിങ് ഗുഡ്സ് പർച്ചേസ്ഡ് വൈഡ് ബിൽ നമ്പർ നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ എഴുതുക, അതൊക്കെ എഴുതുക. ബീയിങ് ഗുഡ്സ് പർച്ചേസ് വൈഡ് ബിൽ നമ്പർ 10 110 അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ബിൽ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി എഴുതുക. ഇനി അടുത്ത ട്രാൻസാക്ഷൻ, സോൾഡ് ഗുഡ്സ് ടു മെസേഴ്സ് രാം ആൻഡ് കമ്പനി ഫോർ ₹6 lakh. എമൗണ്ട് ഈസ് റിസീവ്ഡ് ഇൻ ചെക്ക്. മെസേഴ്സ് രാം ആൻഡ് കമ്പനിക്ക് 6 lakh rupeesൻ്റെ ഗുഡ്സ് സെല്ല് ചെയ്തു, പക്ഷേ ക്യാഷ് ആയിട്ടല്ല റിസീവ് ചെയ്തേക്കുന്നത്, ചെക്കായിട്ടാണ്, അത് ബാങ്കിലാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ 2 അക്കൗണ്ട്സ് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്തൊക്കെയാണ്, സെയിൽസ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും. അപ്പോൾ ബാങ്കിൽ വരുമ്പോൾ ഡെബിറ്റ് ദ റിസീവർ, ബാങ്കിനെ
ട്രഡീഷണൽ അപ്രോച്ചിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് ദ റിസീവർ, ബാങ്ക് റിസീവ് ചെയ്തു, അതുകൊണ്ട് ബാങ്കിന് ഡെബിറ്റ് ചെയ്തു. ഇനി മോഡേൺ അപ്രോച്ചിൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അസറ്റ് ഇൻക്രീസ് ഇൻ അസറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ ടു സെയിൽസ് അക്കൗണ്ട് 6 lakh. സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകമാണ് സെയിൽസ്, അതുകൊണ്ട് ഇൻകം ഷുഡ് ബി ക്രെഡിറ്റഡ്. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ ടു സെയിൽസ് അക്കൗണ്ട് 6 lakh ബീങ് ഗുഡ് സോൾഡ് വൈഡ് CM നമ്പർ. എന്താ നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാം. ഇനി 7th ട്രാൻസാക്ഷൻ, സോൾഡ് ഗുഡ്സ് ടു രമേഷ് ഓൺ ക്രെഡിറ്റ് ഫോർ ₹13 lakh. ദ ഇൻവെൻട്രീസ് ഓഫ് ഗുഡ്സ് ഹാസ് ഡിക്രീസ് ആൻഡ് ദെർഫോർ ദ ഗുഡ്സ്. രമേഷിന് 13 lakhs ഗുഡ്സ് കൊടുത്തു. അപ്പോൾ ഗുഡ്സ് കൊടുക്കുമ്പോൾ ഇവിടെ എന്താ, ക്യാഷിനാണോ ബാങ്കിൽ ചെക്ക് വഴിയാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതായത് എന്താ പറഞ്ഞേക്കുന്നത് കൃത്യമായിട്ട് ക്രെഡിറ്റിലാണ് കൊടുത്തേക്കുന്നത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് മേടിച്ചിട്ടില്ല. അതായത് രമേഷിന് ഗുഡ്സ് കൊടുത്തു, പക്ഷേ ആ 13 lakh നമുക്ക് ക്യാഷായിട്ടോ ചെക്കായിട്ടോ കിട്ടിയിട്ടില്ല. രമേഷ് പറഞ്ഞു പിന്നീട് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രമേഷ് നമ്മൾക്കൊരു പ്രോമിസ് തന്നേക്കുക അല്ലേ, അതായത് നമ്മൾക്ക് രമേഷ് തരാനുണ്ട്. അപ്പോൾ രമേഷ് അതൊരു അസറ്റാണ് അല്ലേ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ രമേഷ് അക്കൗണ്ട് ഡെറ്റ 13 lakh ടു സെയിൽസ് ഇൻകമാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. രമേഷ് അക്കൗണ്ട് ഡെറ്റ ടു സെയിൽസ് 13 lakh. ഇനി റിസീവ്ഡ് ചെക്ക് ഫ്രം രമേഷ് 13 lakh. രമേഷ് നമുക്ക് പ്രോമിസ് തന്നു നേരത്തെ അല്ലേ, നമ്മൾ ഗുഡ്സ് സെല്ല് ചെയ്തപ്പോൾ 13 ലക്ഷം രൂപയ്ക്ക് ഗുഡ്സ് സെല്ല് ചെയ്തപ്പോൾ ക്യാഷ് പിന്നീട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ രമേഷ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ക്യാഷ് ചെക്കായിട്ട് നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ചെക്കായിട്ട് തന്നു 13 lakhs. ആ പ്രോമിസ് തീർന്നു. അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ആ ഒരു അക്കൗണ്ടിനെ നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ രമേഷിന് നേരത്തെ നമ്മൾ ഡെബിറ്റ് ചെയ്ത്, അതുകൊണ്ട് ഇവിടെ ക്രെഡിറ്റ് ചെയ്തു. അപ്പം എവിടെയാണ് വന്നത് നമ്മൾക്ക് ക്യാഷ്, ബാങ്കിലാണ് വന്നത് അല്ലേ. അപ്പോൾ ഡെബിറ്റ് ദ റിസീവർ അല്ലെങ്കിൽ അസറ്റ് ഇൻക്രീസ് ചെയ്തു, അപ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റ 13 lakh ടു രമേഷ് 13 lakh. ഇപ്പോൾ ബീങ് ചെക്ക് റിസീവ്ഡ് അഗൈൻസ്റ്റ് ബിൽ നമ്പർ, മുകളിൽ പറഞ്ഞേക്കുന്ന ബിൽ നമ്പറിന് അഗൈൻസ്റ്റ് ആയിട്ട് ചെക്ക് റിസീവ് ചെയ്തു. അതിൻ്റെ എൻട്രിയാണ് ഇവിടെ ഇട്ടേക്കുന്നതെന്ന് പുറത്തുനിന്ന് ആരും നോക്കിയാലും മനസ്സിലാവും. ഇനി പെയ്ഡ് റെൻറ്റ് ₹1 lakh. 1 lakh ബാങ്ക് റെൻറ്റ് പേ ചെയ്തു. എങ്ങനെ പേ ചെയ്തത്, ബാങ്ക് വഴിയാണ് പേ ചെയ്തേക്കുന്നത് അല്ലേ. റെൻറ്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസാണ്, എക്സ്പെൻസിന് എപ്പോഴും ഡെബിറ്റ് ചെയ്യുക. ഇനി അത് മോഡേൺ അപ്രോച്ചിൽ. ഇനി ട്രഡീഷണൽ അപ്രോച്ചിൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താ, നോമിനൽ അക്കൗണ്ടാണ് അല്ലേ. നോമിനൽ അക്കൗണ്ടിൻ്റെ പ്രിൻസിപ്പിൾ എന്താ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പോൾ ഇവിടെ റെൻറ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ റെൻറ്റ് അക്കൗണ്ട് അറ്റ് 1 lakh. ഏത് അക്കൗണ്ടിൽ നിന്നാണ് പോയത്, ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പോയത്. അസറ്റ് ഡിക്രീസ് ചെയ്തു, അതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ട്രഡീഷണൽ അപ്രോച്ചിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ടാണ്, ക്രെഡിറ്റ് ദ ഗിവറിനെ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു 1 lakh. ബീങ് റെൻറ്റ് പെയ്ഡ് ഫോർ ദ മന്ത് ഓഫ്, ഏത് മന്താണെന്ന് വെച്ചാൽ ആ മന്ത് അല്ലെങ്കിൽ ഡേറ്റ് എഴുതുക. ഇനി അടുത്ത ട്രാൻസാക്ഷൻ, പെയ്ഡ് ₹22,000 ടു ദ ക്ലർക്ക് ആസ് സാലറി. 22,000 രൂപ സാലറി ആയിട്ട് ക്ലർക്കിന് കൊടുത്തു. അപ്പോൾ 2 അക്കൗണ്ട്, സാലറി അക്കൗണ്ട് ആൻഡ് ബാങ്ക് അക്കൗണ്ട് അല്ലേ. സാലറി അക്കൗണ്ട് എപ്പോഴും എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് സാലറി അക്കൗണ്ട് ഇതിനെ ഡെബിറ്റ് ചെയ്യുക, എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുക. സാലറി അക്കൗണ്ട് അറ്റ് 22,000 ടു ബാങ്ക് അക്കൗണ്ട് 22,000 ബീങ് സാലറി പെയ്ഡ് ടു ഇന്ന ആൾ ഫോർ ദ മന്ത് ഓഫ് ഡാഷ്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ, റിസീവ് 2,20,000 ആസ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു 2,20,000. അപ്പോൾ ബാങ്കിൽ നിന്ന് കിട്ടിയതായിരിക്കും. അപ്പോൾ ബാങ്കിലാണ് ഇൻട്രസ്റ്റ് വന്നേക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ഡെബിറ്റ് ദ റിസീവർ, അപ്പോൾ ബാങ്കാണ് റിസീവ് ചെയ്ത് ഡെബിറ്റ് ചെയ്തു. ഇനി അസറ്റിൻ്റെ കൺസെപ്റ്റിലാണെങ്കിൽ അസറ്റ് ഇൻക്രീസ് ചെയ്ത് അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് 2,20,000 ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഇൻകമാണ് അല്ലേ, ഇൻകം റിസീവ് ചെയ്തു, വരുമാനമാണ്. അപ്പോൾ ഇൻകത്തിന് എപ്പോഴും ക്രെഡിറ്റ് ചെയ്യുക ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് 2,20,000. ഇനി നോമിനൽ അക്കൗണ്ടിൻ്റെ കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻ, അതുകൊണ്ട് ഇൻട്രസ്റ്റിനെ ക്രെഡിറ്റ് ചെയ്തു 2,20,000. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് 2,20,000 ബീങ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഫ്രം ഇന്ന ആൾ ഫോർ ദ പീരീഡ് ഇന്ന ഡേറ്റ്. ഇനി നമ്മൾ ഇത്രയും നേരം നോക്കിയത് 2 അക്കൗണ്ടാണ് നമ്മൾ എഴുതിയത് അല്ലേ. ഒരു ജേണൽ എൻട്രിയിൽ 2 അക്കൗണ്ട്. ഇതിനെ സിമ്പിൾ ജേണൽ എൻട്രി എന്ന് പറയും. സിമ്പിൾ ജേണൽ എൻട്രി, അതായത് 2 അക്കൗണ്ടാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട്, ഇപ്പോൾ തൊട്ട് മുന്നത്തെ നോക്കുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടും ഇൻട്രസ്റ്റ് അക്കൗണ്ടും. ഇനി അടുത്ത ഒരു ഈ 11ാമത്തെ ട്രാൻസാക്ഷൻ, അതായത് സാലറി അക്കൗണ്ടും ഇൻട്രസ്റ്റ് അക്കൗണ്ടും കൂടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്ലബ് ചെയ്ത് നോക്കാം. സാലറി അക്കൗണ്ട് അല്ല, റെൻ്റ് അക്കൗണ്ട്, ഇൻട്രസ്റ്റ് അക്കൗണ്ട് അല്ല, റെൻ്റ് അക്കൗണ്ട്. മുന്നേ പറഞ്ഞ റെൻ്റ് അക്കൗണ്ട്, ഇവിടെ പറഞ്ഞ റെൻ്റ് അക്കൗണ്ടും നമ്മൾക്ക് സാലറി അക്കൗണ്ട് ഒന്ന് ക്ലബ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം. അതായത് രണ്ടും ബാങ്കിൽ നിന്ന് തന്നെ പോകുന്നത് അല്ലേ. അപ്പോൾ 2 എൻട്രി എഴുതുന്നതിന് പകരം ഒറ്റ എൻട്രി വേണമെങ്കിൽ എഴുതാം. എങ്ങനെയാണ്, റെൻ്റ് അക്കൗണ്ട് അറ്റ് 1 lakh, സാലറി അക്കൗണ്ട് അറ്റ് 22,000. അപ്പോൾ 2 ഡെബിറ്റ് വന്നു അല്ലേ. റെൻ്റ് അക്കൗണ്ട് അറ്റ്
1 lakh, salary account debtor 22,000, to bank account 1,22,000. ഇത് രണ്ടും ഒരേ ദിവസം നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഒരേ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് സാധനം പോകുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇപ്പോൾ നമ്മളിവിടെ 22,000 ഒരു എൻട്രിയും ഇവിടെ റെൻറ്റിൻ്റെ വേറൊരു എൻട്രിയും കൂടി ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 എൻട്രി എഴുതി. അതിന് പകരം നമ്മൾക്ക് വേണമെങ്കിൽ ഒറ്റ എൻട്രി ആയിട്ട് എഴുതാം. റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ, റെൻറ്റിന് ഡെബിറ്റ് ചെയ്തു 1 lakh, ഇവിടെ സാലറിനെ ഡെബിറ്റ് ചെയ്തു, അപ്പോൾ അത് സാലറി അക്കൗണ്ട് ഡെറ്റർ 22. അപ്പോൾ നമ്മളിവിടെ 22 എന്ന് മാത്രം എഴുതി. പക്ഷേ ഇവിടെ ബാങ്ക് അക്കൗണ്ട് വന്നപ്പോൾ രണ്ടും കൂടി ടോട്ടൽ എഴുതി. എന്ന് വെച്ചാൽ ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും ഈക്വൽ ആയിരിക്കണം അല്ലേ. ഇവിടെ 1,22,000 ഡെബിറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ക്രെഡിറ്റും 1,22,000 എഴുതണം. ഡെബിറ്റും ക്രെഡിറ്റും എപ്പോഴും ഈക്വൽ എമൗണ്ട് ആയിരിക്കും. നമ്മൾ ഇങ്ങനെ എഴുതുന്ന, അതായത് ഒറ്റയ്ക്ക് എഴുതുന്ന ബാങ്ക് അക്കൗണ്ട് അറ്റ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സാലറി അക്കൗണ്ട് അറ്റ് ബാങ്ക് അക്കൗണ്ട്, ഇങ്ങനെ ഒറ്റയ്ക്കാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിനെ സിമ്പിൾ ജേണൽ എൻട്രി എന്നും, ഇങ്ങനെ 2 അക്കൗണ്ട് അല്ലെങ്കിൽ 2 or more അക്കൗണ്ട്സിനെ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ അതിനെ കോമ്പോസിറ്റ് ജേണൽ എൻട്രി അല്ലെങ്കിൽ കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയും. കോമ്പോസിറ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ജേണൽ എൻട്രി. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇത് കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് സിംഗിളായിട്ട് എഴുതാം, നിങ്ങൾക്ക് എളുപ്പമുള്ള പോലെ. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ, എന്തൊക്കെയാണ് അസറ്റ്, എന്തൊക്കെയാണ് റിയൽ അക്കൗണ്ട്, എവിടേക്കാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടേബിൾ പോലെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ബിൽഡിംഗ് 2 അപ്രോച്ചാണ്. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്ന വേറെ പേര് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അപ്രോച്ച്, അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ച് അല്ലെങ്കിൽ അമേരിക്കൻ അപ്രോച്ച്, അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പേര് മോഡേൺ അപ്രോച്ച്. അപ്പോൾ ബിൽഡിംഗ് ട്രഡീഷണൽ അപ്രോച്ചിൽ റിയൽ അക്കൗണ്ടാണ്, എന്താ വെച്ചാൽ അസറ്റാണ് അല്ലേ, അസറ്റ് അക്കൗണ്ടിനെ ഡീൽ ചെയ്യുന്ന റിയൽ അക്കൗണ്ട്. അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ചിൽ അത് അസറ്റ് തന്നെയാണ്. അപ്പോൾ അസറ്റിൽ എന്തെങ്കിലും ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. റിയലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, അതായത് അസറ്റ് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, അസറ്റ് പുറത്തേക്ക് പോവുകയാണ്, ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ റിയൽ അക്കൗണ്ട് കൺസെപ്റ്റ് അനുസരിച്ച് ക്രെഡിറ്റ് ചെയ്യാം. പർച്ചേസസ് ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എക്സ്പെൻസ് ആകുമ്പോൾ നോമിനൽ അക്കൗണ്ട് ആവും. ഇനി ഇവിടെ പർച്ചേസ് ഒന്നില്ലെങ്കിൽ അസറ്റും ആയിട്ട് ട്രീറ്റ് ചെയ്യാം, എക്സ്പെൻസ്. അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ചിൽ എക്സ്പെൻസസ് അക്കൗണ്ട് തന്നെയാണ്. ട്രഡീഷണൽ അപ്രോച്ചിൽ എക്സ്പെൻസസ് അക്കൗണ്ടിനെ ഡീൽ ചെയ്യുന്ന നോമിനൽ അക്കൗണ്ടാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യാന്നുള്ളത് തീരുമാനിക്കാം. സെയിൽസ് നിങ്ങൾക്കിവിടെ റിയലോ ഇൻകമോ ആയിട്ട് എടുക്കാം, ഇവിടെ റവന്യൂ തന്നെയാണ്. ഇനി ബാങ്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, അത് ട്രഡീഷണൽ അപ്രോച്ചിൽ അത് പേഴ്സണൽ അക്കൗണ്ടാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ച് വരുമ്പോൾ അതൊരു അസറ്റാവും. റെൻ്റ് അക്കൗണ്ട് നോമിനൽ, അതായത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിനെ ഡീൽ ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ അക്കൗണ്ടാണ് ട്രഡീഷണൽ മെത്തേഡിൽ. അക്കൗണ്ടിങ് ഇക്വേഷൻ അല്ലെങ്കിൽ മോഡേൺ മെത്തേഡിൽ അത് എക്സ്പെൻസ് ആണ്. റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ്, റെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസിൻ്റെ മുന്നിലോ പിന്നിലോ എന്തെങ്കിലും ഒരു പേര് അല്ലെങ്കിൽ ഒരു വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പേഴ്സണൽ അക്കൗണ്ടായിട്ട് ട്രഡീഷണൽ അപ്രോച്ചിൽ ട്രീറ്റ് ചെയ്യണം. റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് റെൻറ്റ് എന്നൊക്കെ പറയുകയാണ്. അതായത് റെൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ മുന്നിലോ പിന്നിലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ പേഴ്സണലായിട്ട് ട്രീറ്റ് ചെയ്യണം. ഇവിടെ റെൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് അക്കൗണ്ടിൻ്റെ പിന്നിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു വേർഡ് വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്പെൻസ് ആയിട്ടല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, പേഴ്സണൽ അക്കൗണ്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രിൻസിപ്പിൾ എന്താ, ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ എന്നുള്ള പ്രിൻസിപ്പിൾ വരും. തൊട്ട് മുകളിൽ എക്സ്പെൻസ് ആയിട്ടാണ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെൻറ്റ് ഒറ്റ വേർഡേ ഉള്ളൂ. അതുകൊണ്ട് നോമിനൽ അക്കൗണ്ടിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിക്കണം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഓക്കെ. ഇനി റെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ച് വരുമ്പോൾ ലയബിലിറ്റിയാണ്. ക്യാഷ് അസറ്റാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ. റിയൽ അക്കൗണ്ട് വരും, റിയൽ അക്കൗണ്ട് പ്രിൻസിപ്പിൾ വരും. അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ചിൽ അസറ്റിനെ ബേസ് ചെയ്തുള്ള പ്രിൻസിപ്പിൾ യൂസ് ചെയ്യണം. അഡ്ജസ്റ്റഡ് പർച്ചേസസ് നോമിനൽ അല്ലെങ്കിൽ എക്സ്പെൻസസ് ആണ്, രണ്ടിലും എക്സ്പെൻസസ് തന്നെയാണ്. ക്ലോസിങ് ഇൻവെൻറ്ററി അല്ലെങ്കിൽ ക്ലോസിങ് സ്റ്റോക്ക് അത് റിയൽ അല്ലെങ്കിൽ അസറ്റ്, അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ചിലും അസറ്റ് തന്നെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് അത് ട്രഡീഷണൽ അസറ്റാണ്, അസറ്റിനെ ഡീൽ ചെയ്യുന്ന റിയൽ, അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യുക. അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്രോച്ചിൽ അസറ്റാണ്, അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് ഓരോന്നും നോക്കി ബൈഹാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക, ഇത് നോക്കി മനസ്സിലാക്കുക. ഇന്ന് ചെയ്താൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ അസൈൻമെൻറ്റ് തരാം. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്ത കാര്യം പഠിക്കുന്നതിന് മുന്നേ ഒന്നും കൂടി മോഡേൺ അപ്രോച്ചും ട്രഡീഷണൽ അപ്രോച്ചും ഒക്കെ പഠിക്കുക. അതായത് കഴിഞ്ഞ 2 സെഷനിലെ വീഡിയോസ് നോക്കുക. പിന്നെ എളുപ്പത്തിന് അത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗീവ് ആൻഡ് ഗെറ്റ് അപ്രോച്ച് നോക്കുക. അപ്പോൾ എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ പറയുക. ഇനി നമ്മൾ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസിലോട്ടാണ് കിടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കഴിഞ്ഞ സെഷൻസിലെ 3 സെഷൻസിലെ വീഡിയോസ് നോക്കുക. ഓക്കെ, താങ്ക് യു.